ഇനി ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്ക് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട് ഇവിടെ. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തി. ഇപ്പോൾ ഞങ്ങൾ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻട്രൻസ് ഗേറ്റിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇനി എത്തിയിട്ടൊന്നുമില്ല. ഇതാ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഞങ്ങൾ ഇതാ ഈ ഒരു പാത്ത് വേ കൂടെ ഇങ്ങനെ നടന്നിട്ട് പോകണം. നല്ല ഗ്രീൻ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊരു 35 ഏക്കേഴ്സിലാണ് ചെയ്തിരിക്കുകയാണ്. അത്ര 8 crores ആണ് ഇതിന് വേണ്ടിയിട്ട് മുടക്കിയത്. ഫ്രണ്ടിൽ തന്നെ ഇവിടെ വലിയൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു സ്റ്റാച്ചു പോലെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗ്രാസ് ആയതുകൊണ്ട് അത്ര കാണില്ല. ഇവിടെ ഫുള്ളായിട്ട് കുറേ ഫ്ലവേഴ്സ്, കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. എന്തൊരു ചന്ത അറിയോ, നേരിട്ടൊന്ന് വന്ന് നോക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. ശരിക്കും നമ്മുടെ നാട്ടിലുള്ളൊരു സീനറി പോലെയാണ് ഇതിലേക്ക് തോന്നുന്നത്. കാരണം അത്ര ഗ്രീനറിയാണ്. ബേർഡ്സിൻ്റെ ചീർപ്പിങ് സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാനുണ്ട്. നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കിവിടെ ഫീൽ ആവുന്നത്. നിങ്ങൾക്ക് മറ്റേ ബേർഡ്സിൻ്റെ ചീർപ്പിങ് സൗണ്ടൊക്കെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നിട്ട് കുറേ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പെർട്ടിക്കുലർ ബട്ടർഫ്ലൈൻ്റെ പേരൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ബട്ടർഫ്ലൈൻ്റെ പേര് വന്നിട്ട് ഡാർക്ക് ബ്ലൂ ടൈഗർ എന്നാണ്. അപ്പോൾ കുറേ ദൂരം നടക്കണമെന്നാണ് തോന്നുന്നത്. കാരണം ഇതൊരു വലിയ പാർക്കായതുകൊണ്ട് എന്തായാലും കുറേ ദൂരം നടക്കേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ബോർഡ്. ഈ ബട്ടർഫ്ലൈൻ്റെ പേര് ഡാർക്ക് വണ്ടറർ എന്നാണ്. നല്ല ചന്തമുണ്ട് ഈ ബട്ടർഫ്ലൈനെ കാണാൻ. ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ബട്ടർഫ്ലൈ മരത്തിൻ്റെ മുകളിലത്തെ ഫ്ലവറിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഇതാ അടുത്ത ബട്ടർഫ്ലൈനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാ അടുത്ത ബേർഡുണ്ട്. ഈ ബട്ടർഫ്ലൈൻ്റെ പേരാണ് റെഡ് പൈററ്റ്. ഇത് വലിയ കാട് പോലെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ബോർഡ്. ഈ ബട്ടർഫ്ലൈൻ്റെ പേര് വന്നിട്ട് പെയിൻറ്റഡ് ലേഡി എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബോർഡ്. ഈ ബട്ടർഫ്ലൈൻ്റെ പേര് കോമൺ ഗൾഫ് എന്നാണ്. ഹായ്, ഇതാണ് നമ്മളുടെ വാട്ടർഫോൾ. അപ്പോൾ ഇപ്പോൾ അവർ ഓൺ ചെയ്തിട്ടില്ല വാട്ടർഫോളിൻ്റെ ആ വെള്ളം. കാരണം ഇപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. ഞങ്ങൾ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ടാണ് വന്നിരുന്നത്. ഇത് വന്നിട്ട് മണ്ണും കൊണ്ടൊരു മല ഉണ്ടാക്കിയ പോലെ ഉണ്ട്. അപ്പോൾ വാട്ടർഫോളൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഇതാ ഈ ഒരു പൂൾ പോലെയുള്ള സ്ഥലത്താണ് ഫില്ലപ്പ് ആകുക. അപ്പോൾ
ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഗാർഡനിങ്, ബട്ടർഫ്ലൈസിനെ എങ്ങനെ വളർത്തുക എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇതാണ് അടുത്ത ബോർഡ്. ഈ ബോർഡിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ് കാണിക്കുന്നത്. കുറേ ബട്ടർഫ്ലൈസിൻ്റെ പേരും എല്ലാതുമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈൻ്റെ പേര് അറിയണമെങ്കിൽ ഇതിൽ നോക്കിയാൽ മതി. ഇതിലെല്ലാ ബട്ടർഫ്ലൈസ് കാണിക്കുന്ന എല്ലാ ബട്ടർഫ്ലൈസ് എന്ത് രസമാണ്. റെഡ് റെസ്, കോമൺ വിൻഡ്മിൽ, ഓറഞ്ച് ജാവലേറ്റ്, 4 bars വാട്ടർ. അവിടെ കുറേ ബട്ടർഫ്ലൈസ് കാണിക്കുന്നുണ്ട് ഈ ഒരു ബോർഡിൽ. അപ്പോൾ ഇതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വാട്ടർ ഫൗണ്ടെയിൻ പോലത്തെയാണ് അപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നതും. ഇവിടെ ഗാർഡൻസ് ഒക്കെ നല്ല രസമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു രീതി. ഇതാണ് നമ്മുടെ കാറ്റർപില്ലർ കേവ് എന്നാണ് ഇതിന് പറയുക. കാറ്റർപില്ലറിൻ്റെ ഷേപ്പിലാണ് അവർ ഈ കേവിന് ഷേപ്പ് ചെയ്തിരുന്നത്. ഇതാ വേറൊരു ബോർഡുണ്ട് ഇവിടെ. രാശിവനം എന്നാണ് ഇതിന് പറയുക. നമ്മളുടെ ലൈക്ക് എന്താ പറയുക, നമ്മളുടെ സ്റ്റാർ ലൈക്ക് എന്താ പറയുക, ലൈക്ക് സ്കോർപ്പിയൻസ് അങ്ങനെയൊക്കെ. ഇത് വന്നിട്ട് ഹായ്, ഒരു പീകോക്ക് പോണു. ഹായ്, എന്ത് രസാ, നല്ല ചന്തണ്ടാ പീകോക്കിനെ കാണാൻ. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ കാറ്റർപില്ലർ കേവിൻ്റെ ഉള്ളിൽ കയറുക. അതാ ശ്രീകുട്ട അവിടെ നിൽക്കണോ, അതാവും ഓടിപ്പോയി. ഇതാ ഇവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസിനൊക്കെ സൈഡിൽ വാൾസിലൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രീകുട്ട എന്താ ഓട്ടം, എന്ത് രസമല്ലേ ഈ ബട്ടർഫ്ലൈസിനൊക്കെ കാണാൻ. നന്നായിട്ട് അവർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി ഇതൊക്കെ. ശ്രീകുട്ട പോയോ? പോയില്ലേ? അതാ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇനി അടുത്ത് വേറൊരു കേവും കൂടി ഉണ്ട് ഇതേപോലെ തന്നെ, പക്ഷേ ഇത് വേറൊരു ഷേപ്പിലുള്ളതാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ഈ ഒരു പാർക്കിലേക്കാണ് കയറുന്നത്. എന്ത് രസമായി പാർക്ക്. എന്തായാലും ഞാൻ ഇതിൽ പോയിട്ട് കളിക്കും. ഇവിടെ സ്ലൈഡ് ഉണ്ട്. പിന്നെ എന്തോ അവിടെ ബോള് പോലെ എന്തൊരു സാധനമുണ്ട്. ബോളല്ല, ഒരു ബിൽഡിംഗ് പോലെയാണ്, പക്ഷെ ഒരു ബോളിൻ്റെ ഷേപ്പ് പോലെയാണ് മുകളിലുള്ളത്. പിന്നെ ഇതാ ഒരു ചെറിയൊരു വീട് പോലെ ഉണ്ട്. എന്താവും അത്. എന്തായാലും നമുക്ക് അതിലൊക്കെ ഒന്ന് കയറി നോക്കാം. എന്തായാലും നല്ലോണം ടൂറടിക്കാനല്ലേ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് സ്വിങ്ങിൽ കളിക്കാനും. നല്ല രസമുണ്ട്. ഹായ് ശ്രീകുട്ട്, ഒരു ലെഗ് സ്വിങ് ആണെന്നാ തോന്നണേ. ഞാനിതിലേക്ക് പോട്ടെ. ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്താക്കട്ടെ ഇതെങ്ങനെ ചെയ്യാന്ന്. നല്ല രസമുണ്ട് കേട്ടോ, പക്ഷെ കുറച്ചെന്തോ ബാലൻസ് തെറ്റണ പോലെയൊക്കെ ഉണ്ട്. എനിക്ക് പേടിയൊക്കെ ആകുന്നുണ്ട്. ഞാൻ സെക്കൻഡിൽ കയറിയല്ലോ.
ഞാൻ അടുത്തതിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇതൊരു ലെഗ് ലാഡർ പോലെ ഉണ്ട്. ദാ ഇനി ഞങ്ങളതാ ഒരു ബ്രിഡ്ജിൽ കൂടെ കയറുകയാണ്. വാവ്, ഈ ബ്രിഡ്ജ് അടിപൊളിയാക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാനൊന്ന് കയറി നോക്കട്ടെ ഈ ബ്രിഡ്ജിൽ കൂടെ. വാ, താഴത്തെന്താ വെള്ളമാണല്ലോ. ഹായ്, 2 മീന്. ഹായ്. 2 4 ഉണ്ട് എന്നാ തോന്നണ അതിൽ. ഒന്ന് കാഞ്ചരിയുടെ മീനെന്ന് അത് പോയി പോട്ടോ. അപ്പം നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. നല്ല രസമുണ്ടല്ലേ ഈ ബ്രിഡ്ജ്. ആ, എനിക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ബ്രിഡ്ജിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു പൊട്ടി കിടക്കായിരിക്കും. വേറൊരു ബ്രിഡ്ജ്, വേറെ ബ്രിഡ്ജൊന്നുമല്ല ഇത്, നമ്മളിപ്പോൾ ഇറങ്ങിയ ബ്രിഡ്ജ് തന്നെയാടാ. വേറെ ബ്രിഡ്ജാണ്. ആക്ച്വലി ഇതൊരു ഐലാൻഡാണ്. ഈ പാർക്ക് മാത്രമല്ല കേട്ടോ, ഈ ശ്രീരംഗം തന്നെ ഒരു ഐലാൻഡാണ്. നമ്മൾ ഐലാൻഡിലാണ് പോയായിരുന്നു. ആ, അതുകൊണ്ടാണ് ഇതിൽ 4 സൈഡും വെള്ളമാണ്. ഇതെന്താ കല്ലും കൊണ്ട് എന്തോ ഒരു മൗണ്ടൻ, ഒരു ഹില്ല് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സ്വിങ് ഒക്കെ ചെയ്തത് തോന്നിയിട്ടുണ്ടായോ? എനിക്കും ഭയങ്കര ഇഷ്ടമായി സ്വിങ്ങിലൊക്കെ കയറാൻ. മറ്റേ ലെഗ് സ്വിങ്ങിലാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ലെഗ് സ്വിങ് ഭയങ്കര ഇഷ്ടമായി. അവിടെ ടാംപലിൻ ഉണ്ടായിരുന്നു ഗായ്സ്, പക്ഷെ അത് പൊട്ടിക്കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ആ സ്ലൈഡും പൊട്ടിക്കിടക്കുമായിരുന്നു. ഇവിടെ വെള്ളമുണ്ട്. മഴ പെയ്തിരുന്നു ഇന്നലെ എന്നാ തോന്നണത് വെള്ളമൊക്കെ കാണുമ്പോൾ. എന്തൊരു നല്ല ചെടി. വാട്ടർഫോൾ. അപ്പം ഞങ്ങളിവിടെ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഫാമിലി പാപ്പലിയോൻ്റെ ആണത്. നല്ല രസമുണ്ട്. ഇവിടെ ആൾക്കാർ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഞങ്ങളുടെ അപ്പോൾ ഇവിടുത്തെ ഒരു ടൂർ ഇതോടുകൂടി കഴിഞ്ഞു.